ന്യായപ്രമാണത്തിൽ നിർദ്ദേശിക്കപ്പെട്ട യാഗങ്ങൾ എന്തെല്ലാമാണ്? ന്യായപ്രമാണമനുസരിച്ച് ഉടമ്പടിബദ്ധമായ കടമയാണ് യാഗാർപ്പണം. യാഗത്തിന് അർപ്പിക്കേണ്ട വസ്തുക്കളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വളരെ സൂക്ഷ്മമായി ന്യായപ്രമാണത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി ആദ്യഫലം, മൃഗങ്ങളുടെ കടിഞ്ഞൂൽ, അർപ്പണയോഗ്യമല്ലാത്തവയുടെ വീണ്ടെടുപ്പ് വില, അർപ്പകന്റെ ജീവനു പകരം രക്തത്തോടൊപ്പം യാഗമൃഗത്തിൻ്റെ ജീവൻ എന്നിവ യഹോവയ്ക്കുള്ളതാണ്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. പുറപ്പാട് 23:15, ആവർത്തനം 16:16. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരേണം. ആവർത്തനം 16:17. ഈ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് യാഗം അർപ്പിക്കപ്പെടുന്നത്. കനാൻ ദേശത്തിൻ്റെ രാജാവ് എന്ന നിലയ്ക്ക് കപ്പം നൽകുന്നതല്ല യാഗം. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ വിടുതലിൻ്റെയും തൻ്റെ പ്രത്യേക ജനമായി അവരെ സ്വീകരിച്ചതിൻ്റെയും അടയാളമാണ് ഈ അർപ്പണങ്ങൾ. യാഗത്തിലൂടെ ഉടമ്പടിയിലെ അനുഗ്രഹങ്ങളും പാപമോചനം, വിശുദ്ധീകരണം, സാക്ഷാൽ സന്തോഷം എന്നിവയും അനുഭവിക്കുവാൻ സാധിക്കുന്നുമുണ്ട്. പഴയ നിയമ ആരാധനയിൽ യാഗം കൂടാതെയുള്ള ഒരു ആരാധനയും പൂർണ്ണമായി കരുതപ്പെട്ടിരുന്നില്ല. പാപം, അശുദ്ധി എന്നിവയെക്കുറിച്ച് ബോധം വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് യാഗവ്യവസ്ഥയ്ക്ക് രൂപം നൽകിയത്. യാഗം മുഖേന ആരാധകൻ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാകുന്നു. ന്യായപ്രമാണ യുഗവ്യവസ്ഥയുടെ തുടക്കത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യജാതിന് പകരം പെസഹ ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. അത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് കാരണമായി. തുടർന്ന് വർഷം തോറും പെസഹ പെരുന്നാൾ ആചരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. പഴയ നിയമത്തിൽ പോലും പുതുക്കമോ ആവർത്തനമോ ആവശ്യപ്പെടാത്ത ഒരു യാഗമുണ്ടായിരുന്നു. ഈ യാഗം അർപ്പിച്ചത് യഹോവ ഇസ്രായേലുമായി ഉടമ്പടി ബന്ധം സ്ഥാപിച്ചപ്പോഴും അവർ ദൈവത്തിൻ്റെ ജനമായി തീർന്നപ്പോഴുമാണ്. സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 12 തൂണുകളും യഹോവയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതായ ഒരു യാഗപീഠവും പണിതു. തൂണുകൾ യാഗപീഠത്തിന് ചുറ്റും അല്പം അകലെയായിട്ടാണ് പണിതത്. പുറപ്പാട് 24-ാം. കാളയുടെ രക്തം 2 ഭാഗിച്ച് ഒരു ഭാഗം യാഗപീഠത്തിൽ തളിച്ചു. ദൈവകൃപയാൽ നിറയപ്പെടുന്നതിന് മരണത്തിലൂടെ കടന്നുപോയ ജീവൻ എന്ന പോലെ ജനങ്ങളുടെ പ്രാകൃതിക ജീവൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബാക്കി രക്തം ജനത്തിന്മേൽ തളിച്ചതോടെ ദൈവത്തിൻ്റെ കൃപയാൽ പുതുക്കപ്പെടുന്ന ജീവിതം എന്ന പോലെ ജീവൻ ജനത്തിന് തിരികെ ലഭിച്ചു. യഹോവ സംസാരിച്ച സകല വചനങ്ങളിൽ മേലുമാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് ജനം വാഗ്ദത്തം ചെയ്തു. അടുത്ത എപ്പിസോഡിൽ യാഗത്തിൻ്റെ പ്രതീകാർത്ഥത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.